എൻ്റെ പിന്നാലെ വരുന്നവൻ സകലതും എന്തു ചെയ്യണം? ഉപേക്ഷിക്കണം. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്, നമ്മൾ ഈ യാത്രക്കാരാണെന്ന് ഓർത്തുകൊണ്ട് വേണം നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം കഴിക്കുവാൻ. യാത്രക്കാരല്ല എന്ന് ഞാനിവിടെ സ്ഥിരമായി വസിക്കുവാൻ പോവുകയാണ് എന്നുള്ള നിലയിലാകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലിങ്ങനെ വരും. അതുകൊണ്ട് എപ്പോഴും ഒരു ഭക്തൻ ചിന്തിക്കേണ്ടത്, ഞാൻ ഈ ഭൂമിയിൽ യാത്രക്കാരനാണ്. റോമാലേഖനം 13:14 വായിച്ചാട്ട്. റോമൻസ് 13:14. റോമർ 13:14. കർത്താവായ യേശുക്രിസ്തുവിനെ, ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ നമ്മളെ ഒലിവാകുന്ന നമ്മളെ നല്ല ഒലിവിനോട് ഒട്ടിച്ചേർത്തിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചു കൊള്ളണം. അല്ലെങ്കിൽ മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു പോകും? ചിന്തിക്കും. അപ്പോൾ യാത്രക്കാരാകുന്ന ഞാനിവിടെ യാത്രക്കാരനാണ്. ഞാനിവിടെ താൽക്കാലം കുറച്ച് നാളത്തേക്ക് ഉള്ള ആളാണ്. അത് നമുക്കതിനെ നോക്കാനായിട്ട് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 9-10 വായിച്ചാട്ട്. ഹീബ്രു 11 chapter verse 9 and 10. എബ്രായ ലേഖനം 11:9-10. അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തൻ എന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ട് 9-10 മാത്രം വായിച്ചാൽ മതി. എബ്രായ ലേഖനം 11:9-10. അബ്രഹാമിനെ കുറിച്ചാണ് ഇവിടെ വായിക്കുന്നത്. അബ്രഹാമിനെ ദൈവം പുതിയ യെരൂശലേമിന് വേണ്ടി അല്ല വിളിച്ചത്. അബ്രഹാമിനെ ദൈവം വിളിച്ചത് ഈ ഭൂമിയിൽ ആ സമയത്തുണ്ടായിരുന്ന പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് വേണ്ടിയാണ്. അബ്രഹാം യാത്ര ചെയ്ത് കനാൻ ദേശത്ത് വന്നു ചേർന്നു. എന്നിട്ടും അബ്രഹാം തൻ്റെ മകനാകുന്ന ഇസാക്കിനോടും കൊച്ചുമകനാകുന്ന യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ തന്നെ പാർത്തു. അതിൻ്റെ അർത്ഥം എന്താണ്? അബ്രഹാം തൻ്റെ മകൻ ഇസാക്കിനോടും തൻ്റെ കൊച്ചുമകൻ യാക്കോബിനോടും പറയുന്നത്, നമ്മുടെ യാത്ര തീർന്നിട്ടില്ല. നമ്മൾ ഈ ഭൂമിയിലുള്ള കനാനു വേണ്ടിയാണ് യാത്ര തിരിച്ചത്. എന്നാൽ ദൈവത്തോടുകൂടെ നടന്നപ്പോൾ ചില രഹസ്യങ്ങൾ ദൈവത്തിൽ നിന്ന് അബ്രഹാമിന് കുറച്ചൊക്കെ മനസ്സിലായി, പൂർണ്ണമായി മനസ്സിലായില്ല. ദൈവത്തിൻ്റെ ഒരു നഗരമുണ്ട്, അവിടെ ചെന്ന് ചേരണമെന്നുള്ള ആഗ്രഹം അബ്രഹാമിനുണ്ടായി. അതുകൊണ്ട് എന്തു ചെയ്തു? വാഗ്ദത്തമായി തനിക്ക് വീട് പണിഞ്ഞ് താമസിക്കാവുന്ന സ്ഥലത്ത് വന്നിട്ടും താൻ എന്തു ചെയ്തില്ല? വീട് പണിയുന്നില്ല. അബ്രഹാമിനോടുകൂടെ ഇറങ്ങിത്തിരിച്ചതാണ് ലോത്ത്. അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയന്മാർ തമ്മിൽ വഴക്കുണ്ടായപ്പോൾ അബ്രഹാം ഈ ലോത്തിനോട് പറഞ്ഞു, നിനക്കിഷ്ടമുള്ളത് നീ തിരഞ്ഞെടുത്ത്, നീ ഇടത്തോട്ട് പോകുന്നെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം, നീ വലത്തോട്ട് പോകുന്നില്ല ഇടത്തോട്ട് പോയിക്കൊള്ളാം, ഭൂമി മുഴുവനും നിൻ്റെ മുൻപിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ലോത്ത് സൊദോം ഗൊമോറ നല്ല സ്ഥലമെന്ന് വിചാരിച്ച് അവിടേക്ക് പോയി. ലോത്ത് അവിടെ ചെന്ന് പട്ടണത്തിൽ പ്രധാന ആളുമായി നല്ല ഭവനം പണിതു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൂതന്മാർ വരുന്നത്. ദൂതന്മാർ വന്നപ്പോൾ അബ്രഹാം കൂടാരത്തിലാണ്. അബ്രഹാമിൻ്റെ കൂടാരത്തിൽ ദൂതന്മാരെ ശുശ്രൂഷിക്കാൻ ഒരു സ്ഥലമില്ല. അതുകൊണ്ട് ആ ദൂതന്മാരെ മരത്തിന് ചുവട്ടിലിരുത്തി അബ്രഹാം തൻ്റെ കൂടാരത്തിൽ ചെന്ന് ആഹാരം പാചകം ചെയ്ത് ആ മരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് അവർക്ക് ഭക്ഷണം എല്ലാം നൽകി. എന്നാൽ അതേ ദൂതന്മാർ ലോത്തിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ അവൻ്റെ ഭവനത്തിലാണ്, അവൻ്റെ വീട്ടിലാണ് ആക്കിയത്. വീട്ടിലാക്കി അപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള ആഹാരമെല്ലാം കൊടുത്ത് കാണും. എന്നാൽ രാത്രിയിൽ ലോത്തിനോട് ദൂതന്മാർ പറഞ്ഞു, ഇവിടെ നശിപ്പിക്കപ്പെടുവാൻ പോവുകയാണ്, വിട്ടുപോകണം. അപ്പോഴും ലോത്ത് പോകാൻ അല്പം ക്ഷീണം കാണിച്ചപ്പോൾ അല്പം താമസം നേരിട്ടപ്പോൾ കൈക്ക് പിടിച്ച് വലിച്ചിറക്കിക്കൊണ്ട് പോകേണ്ടി വന്നു. വലിച്ചിറക്കിക്കൊണ്ട് പോയി ഒടുവിൽ ഭാര്യ പുറകോട്ട് തിരിഞ്ഞു നോക്കി, ഉപ്പുതുണായി തീർന്നു. ലോത്തിനെക്കുറിച്ച് നീതിമാനം എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ഭാവനയിൽ ലോത്തും നോഹയും സ്വർഗത്തിലാണ് എന്ന് ചിന്തിച്ചാൽ, നോഹയും
നോയയുടെ ഭാര്യയും മക്കളും പുത്രന്മാരും ഒന്നിച്ച് അവിടെ ഇരിക്കുമ്പോൾ ലോത്ത് തനിയെയാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ലോത്തിൻ്റെ ഭാര്യ അവിടെ ഇല്ല. ലോത്തിൻ്റെ മക്കൾ ഇത്ര മോശമായ പാപം ചെയ്തു. ലോത്ത് മാത്രം. എന്താ കാര്യം വന്നത്? കനാനിന് വേണ്ടി യാത്ര തിരിച്ച ലോത്തിന് ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കിയപ്പോൾ സൊദോം ഗൊമോറ ആകർഷകമായി തോന്നി. ആ തോന്നിയത് കൊണ്ട് തൻ്റെ കുടുംബം മുഴുവനും നശിപ്പിക്കപ്പെട്ടു. അങ്ങനെ അനേക ദൈവമക്കൾക്ക് സംഭവിക്കാൻ പോകുകയാണ്. ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അബ്രഹാമിന് വാഗ്ദത്തം ലഭിച്ചത് കനാൻ ദേശമാണ്. എങ്കിലും ഈ ഭൂമിയിൽ അവൻ എന്തു ചെയ്തു? കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായ നരകത്തിനു വേണ്ടി നോക്കി പാർത്തുകൊണ്ടിരുന്നു. മകനെയും കൊച്ചുമകനോടുമൊത്ത്. പ്രിയ ദൈവമക്കളെ, ഞാൻ സ്നേഹത്തോടെ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളരെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളുടെ മക്കളെ വളരെ സ്നേഹിക്കുന്നതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും, ഞാൻ കഷ്ടപ്പെട്ടതുപോലെ എൻ്റെ മകൻ കഷ്ടപ്പെടരുത്, അവന് വേണ്ടി കുറച്ചൊക്കെ കരുതുന്നത് നല്ലതാണല്ലോ എന്ന് വിചാരിച്ച് നിങ്ങളുടെ മക്കളെ നിങ്ങൾ സ്നേഹിച്ച് വലുതൊക്കെ കരുതി വയ്ക്കും. അങ്ങനെ വയ്ക്കുന്നത് കൊണ്ട് നന്മയേക്കാൾ കൂടുതൽ തിന്മ വരാൻ സാധ്യതയുണ്ട്. ഞാൻ രണ്ട് കാര്യം പറയാം. എൻ്റെ ജീവിതത്തിൽ നേരിട്ട് നെല്ലിമല ഒരു കർത്താവിൻ്റെ ദാസൻ, അദ്ദേഹം കർത്താവിൻ്റെ പാസ്റ്ററാണ്. അന്ന് ഈ സംഭവം നടക്കുമ്പോൾ ഏകദേശം 42 വർഷം കർത്താവിൻ്റെ വേലയിലായ കർത്താവിൻ്റെ ദാസനാണ്. തൻ്റെ ഭാര്യ ഒരു സ്കൂളിലെ ടീച്ചറുമാണ്. അവർക്ക് ഒരു മകനേ ഉള്ളൂ. നെല്ലിമല കുമ്മനാടിൻ്റെ പുറത്ത് അവിടെയാണ്. അവർ തിരുവല്ല യോഗം നടക്കുമ്പോൾ ആ കർത്താവിൻ്റെ ദാസൻ വന്ന് പറഞ്ഞു, പാസ്റ്റർ, ഒരു രാത്രിയെങ്കിലും ഞങ്ങളുടെ വീട്ടിലൊരു യോഗം വയ്ക്കണം. കാരണം എൻ്റെ മകൻ പറയുന്നു ക്യാപ്റ്റൻ ശാമുവേൽ വന്ന് പ്രസംഗിച്ചാൽ ഞാൻ കേൾക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ മകനെ ഓർത്തെങ്കിലും ഒരു ദിവസമെങ്കിലും ഒന്ന് വരണമെന്ന് പറഞ്ഞു. ഞാൻ എന്നപ്പോൾ അവിടുത്തെ യോഗം കഴിഞ്ഞപ്പോൾ അന്ന് ഞായറാഴ്ച വൈകിട്ട് യോഗമില്ല. ഞാൻ പറഞ്ഞു ഇന്ന് വൈകിട്ട് വരാം, തിങ്കളാഴ്ച മുതൽ വേറെ സ്ഥലത്ത് യോഗമാണ്. അവിടെ ചെന്നപ്പോൾ ഞാൻ ആ പ്രിയ കർത്താവിൻ്റെ ദാസനോട് ചോദിച്ചു, മകൻ എന്തിയെ? കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അവൻ കോഴഞ്ചേരിയിൽ ഒരു ബാറിലിരിക്കുകയാണ്. ഞാൻ അവനെ വിളിക്കാനായിട്ട് ചെന്നപ്പോൾ ഒരു കൊച്ചു പെൺകുട്ടിയും വെളിയിൽ അടുത്ത് നിൽപ്പുണ്ട്. കൈ കടാരി എടുത്തിട്ട് കാണിച്ചു, ഓടിപ്പോയിക്കോളാൻ പറഞ്ഞു, എന്നെ കുത്തുമെന്ന് പറഞ്ഞു. അപ്പം വളരെ കരഞ്ഞുകൊണ്ട്, അപ്പം യോഗം പന്തലൊക്കെ ഇട്ടു, ആളുകളൊക്കെ വന്നു. ഒടുവിൽ ഭാര്യയും ഭർത്താവും ഇരുന്നു ഞങ്ങളെ മുറിയിൽ എന്ന് പറയുകയാണ്. അപ്പോൾ ഭാര്യ പറഞ്ഞു, ഞാൻ അന്നേ പറഞ്ഞതാ 14-15 വയസ്സുള്ള മകന് മോട്ടോർ സൈക്കിൾ മേടിച്ച് കൊടുക്കരുതേ എന്ന്. അപ്പോൾ പിതാവ് പറയുകയാണ്, ഞാൻ വിചാരിച്ചു ഞാൻ ഒത്തിരി നടന്ന് കഷ്ടപ്പെട്ടവനാണ്, എൻ്റെ മകന് കഷ്ടപ്പെടുമെന്ന് വിചാരിച്ച് ഞാൻ മോട്ടോർ സൈക്കിൾ മേടിച്ച് കൊടുത്തു. അപ്പോൾ മോട്ടോർ സൈക്കിൾ മേടിച്ച് കൊടുത്തു. പോയി എങ്ങനെയാണ്? ഞാൻ കഴിഞ്ഞയിടെ അന്വേഷിച്ചതുവരെയും അവൻ ഇതുവരെയും രക്ഷിക്കപ്പെട്ടിട്ടില്ല, കള്ളുകുടിയനായിട്ട് നടക്കുകയാണ്. ഒരു മകനേ ഉള്ളൂ. അപ്പോൾ ആ പാസ്റ്ററുടെ എന്ന് പറഞ്ഞാൽ അന്ന് 42 വർഷം കർത്താവിൻ്റെ ശുശ്രൂഷയായിരുന്നു. ആ മകന് വേണ്ടി കരുതിയത് എന്തായി തീർന്നു? അവന് വേണ്ടി വലിയ കണിയായി മാറി. അബ്രഹാം മക്കളെയും കൊച്ചുമക്കളെയും കൊണ്ട് എന്ത് ചെയ്തു? കൂടാരങ്ങളിൽ പാർത്തുകൊണ്ടിരുന്നു. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പകുതിയമായി കരുതിയാൽ അവരെ സ്വർഗത്തിൽ കാണത്തില്ല. ഞാൻ തീർത്ത് പറയുകയാണ്. എന്നാൽ അവരെ ആത്മീകമായി വളർത്തിക്കൊണ്ട് വന്നാൽ നിങ്ങളെങ്ങനെ ദൈവത്തോട് ആശ്രയിച്ച് നടന്നു അതുപോലെ അവരും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ ഇടയാകും. അതുകൂടാതെ ഇരവിപേരൂരിൽ ഒരു സഹോദരി, അതും ഒരു പാസ്റ്ററുടെ മകനാണ്. പാസ്റ്റർ അപ്പോൾ അമേരിക്കയിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഒരു സഹോദരി, ഒരു പ്രായമുള്ള ഒരു സഹോദരി വന്ന് എൻ്റെ മകന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, ഇവൻ എന്ത് പറഞ്ഞാലും ഗുണപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ജീപ്പിനകത്ത് പോലീസ് വന്നു. പോലീസിനകത്ത് പത്തനംതിട്ടയിൽ നിന്ന് ഇൻസ്പെക്ടറും 5-6 പോലീസും എല്ലാം കൂടെ വന്നു. അപ്പോൾ പോലീസ് വന്ന് അപ്പോൾ ഞാൻ ഇവന് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നെ വിളിച്ച് എൻ്റെ കയ്യിൽ ഇങ്ങനെ, ഞാൻ തലയിൽ കൈ വെച്ചില്ല, ഒരു കൈ അവൻ്റെ കയ്യിൽ പിടിച്ചിട്ടേ ഉള്ളൂ. ഉടനെ ഇവനെ നോക്കിയിട്ട്, ഇവൻ ആ പോലീസുകാരെ നോക്കിയിട്ട് എൻ്റെ മുമ്പിൽ നിന്ന് പറയുക, എൻ്റെ ഒരു കത്തി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ തലയെല്ലാം കണ്ടിച്ച് ഞാൻ എൻ്റെ അൾസേഷൻ പട്ടിക്ക് കൊടുക്കുമായിരുന്നു. എന്താ മകൻ പറയുന്നത്? പോലീസുകാരെ നോക്കിയിട്ട് പറയുകയാണ്, എൻ്റെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നു, നിങ്ങളുടെ തലയെല്ലാം കണ്ടിച്ച് എന്ത് ചെയ്യുക?
പോലീസുകാർ, ഇൻസ്പെക്ടർ എൻ്റെ കയ്യിൽ നിന്ന് അവനെ പിടിച്ച് പറിച്ചിട്ട് ഞങ്ങളുടെ എടുത്തിട്ട് അടിക്കാൻ തുടങ്ങി. അടിച്ചിട്ട് പറയുകയാണ്, ഇങ്ങനെയാണോ മക്കളെ വളർത്തുന്നത്? ജീപ്പിൽ കയറ്റിയിട്ട് കൊണ്ടുപോയി. പിന്നെ അറിഞ്ഞത് കെട്ടിത്തൂക്കിയിട്ട് അടിച്ചെന്നാണ് കേട്ടത്. പെന്തക്കോസ് പാസ്റ്ററുടെ മകൻ്റെ കാര്യമായി പറയുന്നത്. എൻ്റെ മുമ്പിൽ നടന്ന കാര്യമാണ് പറഞ്ഞത്. എന്താണ് ആ കർത്താവിൻ്റെ ദാസനും ഭാര്യയും ചിന്തിച്ചത്? എൻ്റെ മകൻ കഷ്ടപ്പെടരുത്, അവന് പ്രയാസമൊന്നും ഉണ്ടാകരുത്, അവന് വീടുണ്ടാക്കി കൊടുക്കാം, അവന് വേണ്ടി പണം ബാങ്കിലിട്ടേക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ സാത്താന് വിറ്റുകൊടുക്കുകയാണ്. നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ മക്കൾ പറയണം, എൻ്റെ പിതാവ് വാസ്തവത്തിൽ ദൈവത്തെ പിൻപറ്റുന്നവനാണ്. അതുകൊണ്ടാണ് അബ്രഹാം യാക്കോബിനോടുകൂടെ എവിടെ പാർത്തു? കൂടാരങ്ങളിൽ പാർത്തു. പ്രിയമുള്ള ദൈവമക്കളെ, ഇന്ന് അനേക ദൈവദാസന്മാരുടെ മക്കളും വിശ്വാസികളുടെ മക്കളും നരകത്തിന് കാരണക്കാരാകുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഭൗതികമായത് അവർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്, അവർക്ക് വേണ്ടി കരുതുകയാണ്. എന്നാൽ നിങ്ങൾ ഭൗതികമായി കരുതുന്നതിനേക്കാൾ കൂടുതലായി ആത്മീയമായി അവർ കരുതിയാൽ, നിങ്ങൾ സ്വർഗത്തിലിരിക്കുമ്പോൾ നിങ്ങളുടെ മക്കൾ നരകത്തിൽ കിടന്നുകൊണ്ട് പറയും, പപ്പാ മമ്മി നീ അല്ലയോ എന്നെ നരകത്തിലേക്ക് വിട്ടത്, അന്ന് നീ എന്നെ കർശനമായി വളർത്തി എനിക്കൊന്നും തരാതിരുന്നായിരുന്നെങ്കിൽ ഞാൻ എന്തു വന്നേനെ? ദൈവത്തെ തിരിച്ചറിഞ്ഞു വന്നേനെ. നീ അന്ന് ബാങ്കിലിട്ട പണവും കെട്ടിവെച്ച വലിയ വീടും വസ്തുവുമാണ് എന്നെ നരകത്തിനാക്കിയത് എന്നവർ പറയും. അപ്പോൾ നിങ്ങൾക്ക് എന്തുത്തരം പറയാൻ കഴിയും? ഒരു ഉത്തരവും പറയുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് കേരളത്തിലുള്ള ദൈവജനമേ, ഞാൻ നിങ്ങളോട് സ്നേഹത്തോട് പറയുന്നത്, എന്തു ചെയ്യണം? നമ്മൾ വാഗ്ദത്ത ദേശത്ത് അബ്രഹാം പരദേശിയെ പോലെ പാർത്തുവെങ്കിൽ അബ്രഹാമിന് പുതിയ യെരൂശലേമിൻ്റെ ദർശനം കൊടുത്തിട്ടില്ലായിരുന്നു, അബ്രഹാമിനെ പുതിയ യെരൂശലേമിലേക്ക് വിളിച്ചിട്ടില്ലായിരുന്നു. എന്നിട്ടും അബ്രഹാം അങ്ങനെ ചെയ്തു. അതിൻ്റെ 13 മുതൽ 15 വരെ ഒന്ന് വായിച്ചാൽ, എബ്രായലേഖനം 11:13 മുതൽ 15 വരെ. വിട്ടുപോകുന്നതിനെ ഓർത്തിരുന്നുവെങ്കിൽ മടങ്ങിപ്പോകാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. അവർ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ എന്ത് ചെയ്തിരുന്നു? കാംക്ഷിച്ചിരുന്നു. ക്രിസ്തുയേശുവിനോട് മരിച്ചു ഉയർത്തപ്പെടുന്നവർ ആരെയാണ്, എവിടുത്തെ കാര്യങ്ങളാണ് അന്വേഷിക്കേണ്ടത്? സ്വർഗീയ സ്ഥലങ്ങളെ. സ്വർഗീയമായതിനെ കാംക്ഷിച്ചിരുന്നു. വായിച്ചാൽ, സ്വർഗീയമായതിനെ കാംക്ഷിക്കുകയാണെങ്കിൽ ദൈവം അവരുടെ ദൈവം എന്ന് പറയുന്നതിന് ദൈവത്തിന് ഇന്നില്ല, ലജ്ജ തോന്നുകയില്ല. നാം സ്വർഗീയ സ്ഥലത്ത് ഇരുത്തപ്പെട്ടവർ വീണ്ടും ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി ശ്രദ്ധ വെടിക്കുകയാണെങ്കിൽ ദൈവം നമ്മളെ കൊണ്ട്, ദൈവം നമ്മുടെ ആ സ്വഭാവവും നമ്മുടെ ആ പ്രവർത്തനം കണ്ടിട്ട് ദൈവത്തിന് മാനമല്ല തോന്നുന്നത്. എന്നോടുകൂടെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുന്ന് ദൂതന്മാരെ പോലും ന്യായം വിധിക്കുവാനായി തിരഞ്ഞെടുക്കപ്പെട്ടവൻ ഈ ചപ്പിനും കുപ്പയ്ക്കും വേണ്ടിയാണല്ലോ പ്രാർത്ഥിക്കുന്നതെന്ന് പറയുമ്പോൾ അത് വളരെ ദൈവത്തിന് ലജ്ജ തോന്നുന്നതായ ഒരു കാര്യമാണ്. അതിന് കീഴ്പ്പെട്ട് വായിച്ചാൽ, മതി, അവർക്ക് വേണ്ടി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ളവർ മറ്റുള്ളവരോട് എന്താ പറയുന്നത്? അതിൻ്റെ 14-ാം വാക്യം വായിച്ചാൽ, ഇങ്ങനെ പറയുന്നവർ അന്യരും പരദേശികളും എന്ന് പറയുന്നവർ എന്ത് ചെയ്യുന്നു? ഒരു പ്രദേശം അന്വേഷിക്കുന്നു. ഹല്ലേലൂയ. ഇനിയും അതിൻ്റെ കൂടെ 33 മുതൽ 40 വരെ ഒന്ന് വായിച്ചാൽ, 33 മുതൽ 40 വരെ. മറ്റുള്ളവർ ഏറ്റവും നല്ല ഉയർത്തുന്നു വിളിക്കുന്നതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ, ഉദ്ധാരണം എന്ന് പറഞ്ഞാൽ വിടുതൽ, ഡെലിവറൻസ് കൈക്കൊള്ളാതെ എന്ത് ചെയ്തു? അപ്പോൾ പഴയ നിയമ വിശുദ്ധന്മാർ എന്താഗ്രഹിച്ചില്ല? പറഞ്ഞാട്ടെ.
വിടുതൽ ആഗ്രഹിച്ചില്ല. എന്നാൽ ഇന്ന് നമ്മളെന്തോ ആഗ്രഹിക്കുന്നത്? വിടുതൽ. വിടുതൽ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഇവിടെങ്ങും സ്ഥലം തികയില്ലായിരുന്നു, കോമ്പൗണ്ടോ മറ്റിതെല്ലാം. കാരണം വിടുതൽ, വിടുതൽ. പ്രിയമുള്ളവരെ, വചനം അറിയാത്തത് കൊണ്ടാണ് ഈ വിടുതലിൻ്റെ പുറകെ പോകുന്നത്. ദൈവവചനം അറിയുന്നില്ല. അത് മനസ്സിലാക്കുവാനായി